ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് ജാനുവരി മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിന്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ട കൂടെ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രം ആണ് കവർ ചെയ്യുക ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് എന്താണ് അവിടെ നിങ്ങൾക്ക് മന്ത്ലി മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ജാനുവരി മാസത്തിൻ്റെ മെസ്സേജസ് വെർഗോന് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ജാനുവരിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 6 ഓഫ് കപ്സ്. കറണ്ട് ജാനുവരി എനർജി നിങ്ങളുടെ മജിഷ്യൻ. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 4 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഫൂൾ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ഉള്ളത് 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. ആൻഡ് നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ജാനുവരി മാസത്തിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ വെർഗോ നിങ്ങളുടെ 10 ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി. ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് റൊമാൻസിൽ നല്ല സമയമാണ്. ഇത് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ആൻഡ് സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഞാൻ കുറേ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ. പക്ഷെ പ്രോബ്ലം ഇവിടെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ്, ഒരു ബോർഡം മാതിരി, ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എനർജി ഉണ്ട് ഇവിടെ. അത് സൂക്ഷിക്കാണ്ട് എന്നുവെച്ചാൽ ഇതൊരു ഫേസ് ആണ്. യൂണിവേഴ്സ് ഇവിടെ പറയണത് കുറച്ച് നിങ്ങൾക്ക് പേഷ്യൻ്റ്ലി ഈ സമയം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ട് ക്രോസ് ചെയ്യണം. ഈ ചാലഞ്ച് നിങ്ങൾ ഫീൽ ചെയ്യണത്, ഈ ബോർഡം നിങ്ങൾ ഫീൽ ചെയ്യണത്, അത് ചിലപ്പോൾ വേറെ കാരണം കൊണ്ടാവാം. പറഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല, പക്ഷെ ജനറലി ചില സമയത്ത് നമ്മൾക്കൊരു ലാക്ക് ഓഫ് പാഷൻ തോന്നും. ഇല്ലച്ചാ നമ്മൾ എല്ലാം ശരിയായിട്ടും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന മാതിരി തോന്നും. പക്ഷെ ഇത് യൂണിവേഴ്സ് അഗൈൻ അതാണ് പറയണത്, കുറെ ടെംപ്ടേഷൻസ് ഉണ്ടാവാൻ വഴിയുണ്ട് ഈ മാസം നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കരുത്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എന്തെങ്കിലും വേറെ ടെംപ്ടേഷൻസ് ഉണ്ട് വെച്ചാൽ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അതിനെ സാബോട്ടാജ് ചെയ്യരുത്. ഓക്കെ. 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ. അപ്പോൾ 6 ഓഫ് കപ്സ് ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയാണ്, ഒരു പാസ്റ്റ് പേഴ്സൻ്റെ എനർജിയാണ്, ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 6 ഓഫ് കപ്സ് ഇവിടെ പാസ്റ്റിൽ എന്താണ്? 8 ഓഫ് സോർഡ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ. ഇത് കുറേ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ കുറേ സമയം വരെ ഒരു പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് മേ ബി വർക്ക്ഔട്ട് ചെയ്തില്ല, ഓർ എൽസ് ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. ഇവിടെ ഞാൻ ഒരു ഏസ് ഓഫ് പെന്റിക്കിൾസ്, വെരി സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിട്ടുണ്ടാവും, ഒരു പുതിയ
ലവ് ഇൻട്രസ്റ്റ് ആയിരിക്കാം, ഇല്ലച്ചാ ഇത് ലവ് ഒട്ടും ആയിരിക്കില്ല, ഇത് ഒരു ജോലി ആയിരിക്കാം. മേ ബി നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ ആ റിലേഷൻഷിപ്പിൽ ഒന്നും മുമ്പോട്ട് നടക്കണ്ടായില്ല. പക്ഷെ നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, അതും ആവാം. ഇപ്പൊ കറണ്ട് എനർജിയിൽ മെജിഷ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും മാനിഫെസ്റ്റ് ആണ് ചെയ്യണത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു അബണ്ടൻസ് മാനിഫെസ്റ്റ് ചെയ്യണു. അപ്പൊ എന്താണ് ഈ മെജിഷ്യന്റെ എനർജി, ഇവിടെ ജെമിനി എനർജി. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ആണ് മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരും ഒരു പാർട്ട്ണറായിട്ട് കണ്ടിട്ടില്ല വെച്ചാൽ ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്കി മന്ത് ആണ്. നിങ്ങൾ ഏതോ ഒരു സ്പെഷ്യൽ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഈ മാസം ട്രൂ ആവാൻ പോകുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ പ്രേയേഴ്സ് ഒക്കെ കേട്ടു. ആൻഡ് ഇവിടെ ഞാൻ ഒരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറെ സ്റ്റെബിലിറ്റി ഉണ്ട്, കുറെ ഫിനാൻഷ്യലി നല്ല ഒരു സ്ഥലത്താണ് നിങ്ങൾ, ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ എനർജിയിലാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. അപ്പൊ 4 ഓഫ് സോഡ്സ് ആദ്യം ഒരു ഹീലിംഗിന്റെ എനർജിയാണ്, സെപ്പറേഷന്റെ എനർജിയാണ്. അപ്പൊ ഈ 4 ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ? 7 ഓഫ് കപ്സ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലാന്ന് അല്ല പറഞ്ഞ, കുറെ നിങ്ങൾക്ക് ലവ് ഇൻട്രസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ഷുവർ അല്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു പാസ്റ്റ് പേഴ്സന്റെ തോട്ട്സ് ആണ് ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും എവിടെയോ ആ സ്പാർക്ക് മിസ്സിംഗ് ആണ് നിങ്ങളുടെ ലവ് ലൈഫിൽ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഈ പുതിയ ബിഗിനിങ് ആണോ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യണ്ടേ, ഓരൽസ് ആ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ ഇപ്പോഴും ചാൻസ് ഉണ്ടോന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാനൊരു ഹീലിംഗ് എനർജി കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു സമയം എടുക്കേണ്ട ഹീൽ ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായിരിക്കും. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് സോഡ്സ് കാണുന്നത്. എന്നുവെച്ചാൽ ഒരു ബോർഡം ഉണ്ട്, ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ഒരു പാസ്റ്റ് പേഴ്സണെ കംപ്ലീറ്റ്ലി മറക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സ്ലോ മൂവിങ് എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ ഈ മാസം കുറച്ചൊരു സ്ലോ എനർജിയാണ്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ഓക്കെ, ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് അബണ്ടൻസിന്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ എന്തോ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണു. ആൻഡ് ആ സ്റ്റാഗ്നൻസിയുടെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ മാസം മനസ്സിലാവും. എന്നുവെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് പേഴ്സണെയാണ് മിസ് ചെയ്യണത്. ആ കാര്യം അറിഞ്ഞിട്ട് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ പാർട്ട്ണർ അറിഞ്ഞ അതിലും മേ ബി അതിൻ്റെ കാരണം ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ. ഫൂളുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചൊരു ലൈറ്റ് ഹാർട്ടഡ് എനർജി വെക്കാനാണ് പറയണത്. പുതിയ ബിഗിനിങ്സ് വരുമ്പോൾ അതിനെ എംബ്രേസ് ചെയ്യാനാണ് പറയണത്. ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. നിങ്ങളുടെ എനർജി കുറെ അൺസ്റ്റേബിൾ എനർജിയാണ്. നിങ്ങളുടെ എനർജിയിൽ ഒരു ഫീലിംഗ് ഓഫ് ലാക്ക് ഉണ്ട്, ഒരു ഫീലിംഗ് ഓഫ് ഈ പേഴ്സൺ, ഒരു പാസ്റ്റ് പേഴ്സൺ എന്നെ വിട്ടു, ഒരു പാസ്റ്റ് പേഴ്സൺ എന്നെ ശരിയായി ട്രീറ്റ് ചെയ്തില്ല, ഞാൻ ഡിസേർവ് ചെയ്യണത് എനിക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെ കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് കുറച്ചുകൂടി ഒരു ഫെയ്ത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഈ കറണ്ട് എനർജിയിൽ വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ പറഞ്ഞ മാതിരി വരുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. പക്ഷെ അതിന് നിങ്ങൾക്കും കുറച്ച് ഫെയ്ത്ത് വെക്കണം, അത് എല്ലാം ശരിയാവും എന്ന്. 3 ഓഫ് പെന്റിക്കിൾസ് ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ വേറെ ഒരു റിലേഷൻഷിപ്പിലാണെന്നല്ല പറയണേ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടി എനർജി കാണുന്നത്. എന്തോ വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകണ്ട ഈ മാസം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്തിട്ട് പാസ്റ്റ് പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യും. മറ്റവർ മേ ബി പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്തിട്ട് ഈ പുതിയ ബിഗിനിങ്ങിനെ എംബ്രേസ് ചെയ്യും.
അപ്പോൾ എല്ലാവർക്കും ഔട്ട്കം ഡിഫറെൻ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടില്ല, മൾട്ടിപ്പിൾ ഔട്ട്കംസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജോലിയിൽ. നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ചില വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ മാസം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. എന്നുവെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫിക്കൾട്ട് സമയം, ഒരു ഡിഫിക്കൾട്ട് ഡിസിഷൻ്റെ എൻഡാണ്. നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. കുറേ ഒരു ന്യൂ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് കാർഡ്സ്? ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ഇമോഷൻസും കുറേ നിങ്ങൾ ഡീപ്പായി ഇമോഷൻസ് ഫീൽ ചെയ്യും, കുറേ വൾണറബിളായി ഫീൽ ചെയ്യും, കുറേ ഇമോഷണലായി ഫീൽ ചെയ്യും. അപ്പോൾ അത് നോർമലാണ്. അത് പ്ലാനറ്ററി പൊസിഷൻസും ഈ സിറ്റുവേഷൻ്റെ കാരണമാണ്. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെർഗോ റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസീസ് ഉണ്ട്. കുറേ എർത്ത് സൈൻസ് ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.